നമസ്കാരം. എൽപോടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ UPSൻ്റെ ബാറ്ററി എങ്ങനെ മാറ്റാമെന്നാണ് ചെയ്യണത്. അപ്പോൾ ഇതിനൊരു 1.5 കൊല്ലമൊക്കെ കൂടുമ്പോൾ മാറ്റണം ശരിക്കും ബാറ്ററി. അപ്പോൾ ലൈഫ് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം ശരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ മുഴുവൻ കണ്ടാൽ തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മാറ്റാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ UPSനെ കറക്റ്റായി സീറ്റിംഗ് ആക്കി വെച്ചു. നമുക്കിത് മാറ്റാൻ വേണ്ടി ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ആദ്യം നമ്മൾ സ്ക്രൂ ഒക്കെ അഴിക്കുക. നമ്മൾ സ്ക്രൂ ഒക്കെ അഴിച്ചു. ഇതിനെ പതുക്കെ ഇങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിനെ വീണ്ടും പഴയ പൊസിഷനിൽ തന്നെ വെക്കുക. സ്ക്രൂ നിലത്ത് വീണ് കൊണ്ട് അത് നമുക്ക് എടുക്കാം. ഇങ്ങനെ മാറ്റി. അപ്പോൾ ആദ്യം ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നമ്മൾ നെഗറ്റീവ് വേണം റിമൂവ് ചെയ്യാൻ, അത് കഴിഞ്ഞ് പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ബാറ്ററി അതായത് ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ നോക്കുന്നത് 12 വോൾട്ടാണ് ഒരു നോർമലായി വരിക. ഇതൊരു 7Hൻ്റെ ബാറ്ററിയാണ്, അതായത് 7 ആംപിയറിൻ്റെ ബാറ്ററിയാണ്. നമ്മളപ്പോൾ മാറ്റുന്ന ബാറ്ററിയും സെയിം തന്നെയാണ്, 12 വോൾട്ട് 7H. അപ്പോൾ ആദ്യം നമുക്ക് ഈ അഴിച്ച ബാറ്ററിയിൽ ചാർജ് ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം മൾട്ടിമീറ്റർ കറക്റ്റ് ചെയ്തു. പ്രോബ് തെറ്റാണ്ട് പോസിറ്റീവ് നെഗറ്റീവിൽ കണക്ട് ചെയ്തു. ഇതിൽ ചാർജ് ഇല്ല, 0.59 കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ബാറ്ററിയിൽ ചാർജ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ മേടിച്ച ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 13.08 വോൾട്ടേജ് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം, ആദ്യം പോസിറ്റീവ് കണക്ട് ചെയ്തു, പിന്നെ നെഗറ്റീവ് കണക്ട് ചെയ്തു. നമുക്കിത് അറിയാൻ ഇതിൽ എളുപ്പത്തിൽ ഇങ്ങനെ റെഡ് ബ്ലാക്ക് കാണാം. റെഡാണ് പോസിറ്റീവ്, ബ്ലാക്കാണ് മൈനസ്. ഇനി അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടാവും, പ്ലസ് മൈനസ് എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കറക്റ്റായിട്ട് വെച്ചു, ബാക്കും കറക്റ്റായിട്ട് കയറി. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ മാതിരി തന്നെ പൊസിഷനിൽ വയ്ക്കുക. സ്ക്രൂസ് വീണ്ടും ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ക്രൂ ഫുൾ ടൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ വീണ്ടും സാധാ പൊസിഷനിൽ വെക്കുക. ഇനി നമുക്കിതിനെ പ്ലഗ് ചെയ്ത് നോക്കാം. നമ്മുടെ UPS വർക്കിംഗ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ബാറ്ററി മാറ്റി ഓണാക്കി നോക്കി UPS വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഞങ്ങളുടെ ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.